അമ്മയ്ക്ക് ഉപയോഗിക്കാൻ പശുവിനെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ രാവിലെ വർക്കുണ്ടായിരുന്നുകൊണ്ട് കുറുപ്പന്തറയ്ക്ക് പോയി. കടയിൽ പോയായിരുന്നു. കടയിൽ പോയപ്പോൾ എലിക്കുട്ടിയമ്മ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് ഞാൻ പോയതാണ്. അപ്പോൾ എലിക്കുട്ടിയമ്മയുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വൈകുന്നേരമാണ് വന്നപ്പോൾ എലിക്കുട്ടിയമ്മ അവിടെ കുത്തിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എലിക്കുട്ടിയമ്മ കിടന്ന് പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. എത്രാമത്തെ ട്രിപ്പ് പ്രാർത്ഥനയാണെന്ന് അറിയത്തില്ല. ജോമ്മളെ പുല്ല് പറിക്കാൻ പോയിരിക്കുന്നുണ്ട്, അറിയത്തില്ല. ഒന്ന് ചോദിച്ചാലേ അറിയത്തുള്ളൂ. കുത്തിയിരുന്നൊക്കെ എലിക്കുട്ടിയമ്മ പ്രാർത്ഥനയിലാണ്. ഈ കുടുംബത്തെ തീർക്കപ്പാർത്ത എപ്പോഴും പരിശുദ്ധ കന്യായിരിക്കുന്നത് ഉണ്ടോ? ശ്വാസം വലിക്കുന്ന വീഡിയോ ഉണ്ടോ? ബലം പിടിച്ചിട്ട് ശ്വാസം വലിക്കുന്നത്. ശ്വാസം പിടിച്ച് കിടന്നില്ല. ഫാൻ ഇടാൻ വരായിരുന്നോ? ആവി എടുക്കുന്നുണ്ടെങ്കിൽ ഫാൻ ഇട്ടിട്ട് വെച്ചില്ലേ? ആരൊക്കെ ഉണ്ടോന്ന് വിളി നോക്കിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ജീവനും അതിലെ ശരണമേ സ്വസ്തി. അവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അകപ്പൊക്കെ നിലവിളിക്കുന്നു. കണ്ണുതി താഴ്വഴിയുന്നു വിങ്ങിക്കരി ഞങ്ങൾ അകപ്പൊക്കെ നെടുവുണ്ടെന്നോ. ഇത്ര ഒച്ചത്തിൽ കിടന്ന് ചെല്ലാതെ ചെല്ലരുതെന്നല്ല പറഞ്ഞേ, ഇത്ര ഒച്ചത്തിൽ കിടന്ന് ചെല്ലണ്ടെന്നാ പറഞ്ഞേ. ശ്വാസം വലിച്ചു വിടുന്നുണ്ടല്ലേ? അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത്ര ശ്വാസം പിടിച്ച് ചെല്ലണ്ടല്ലോ. ഇത്ര ശ്വാസം പിടിച്ച് ചെല്ലണ്ട. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഇപ്പെട്ടവർക്ക് ഇരുത്താൻ പറയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ എന്നാ കൊന്ത കഴുത്തയില്ലേ? കൊന്ത കഴുത്തലില്ലേ? ഉണ്ടെന്നേ കഴുത്ത കിടപ്പുണ്ടല്ലോ. അതല്ലേ കൊന്ത? അത് കൊന്തയാ. എവിടെ? അവിടെ രണ്ടെണ്ണം കിടപ്പുണ്ട്. ഒരെണ്ണം ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഇല്ല. പിന്നെ എവിടെ തോന്നാ? ഇപ്പൊ രണ്ട് കൊന്ത കിടപ്പുണ്ട് കഴുത്ത. ഇത് മുത്തുമാലയാ. അതാ കൊന്ത. പിന്നെ കയ്യിലാർക്കെങ്കിലും കിട്ടി അവരെടുത്തോണ്ട് പോയി പ്രാർത്ഥിക്കും. അതിന് കുഴപ്പമില്ല. അതിനാ കുഴപ്പം? കൊന്ത പ്രാർത്ഥിക്കാനല്ലേ? കണ്ടവാനം കളയാൻ കണ്ടിട്ടെല്ലാം തട്ടിയാ പോരാ. അത്യാവശ്യത്തിനുള്ള കാര്യം അത് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കണം. കൊന്ത പ്രാർത്ഥിക്കാനുള്ളതല്ലേ? അതുകൊണ്ട് പ്രാർത്ഥിച്ചാ പോരെ? കാരുണ്യ വാസിന്റെ മാതിരി എൻ്റെ കന്യെ പറയുമേ ഈ ശവിശയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ യോഗ്യരാവ്. സർവേസിന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. പ്രാർത്ഥിക്കാൻ കർത്താവെ ഇവിടെ സന്തോഷസ്ഥാനം വീട് കിടക്കുന്നു. ഈ കുടുംബത്തെ തർക്കം പാർത്തപ്പോഴും പരിശുദ്ധ കന്യായിരിക്കുന്ന മർത്താമറിയത്തിന്റെ അപേക്ഷയാലെ ശത്രുക്കളുടെ ഭൂത്തില് ഞങ്ങളെ കാത്തു. ഈ അപേക്ഷ മാലയാ, കൊന്തയല്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നെ. എണീറ്റ് വാ, കഴിക്കണ്ടേ? എണീറ്റ് വാ, കഴിക്കാനുള്ളതല്ലേ? കഴിക്കാനുള്ളതല്ലേ? എണീറ്റ് വരാൻ ഉള്ള എണീറ്റ് വാ. കഴിക്കാൻ എണീറ്റ് വരാനാ പറഞ്ഞേ. ഇവിടെ ഉണ്ട്, കഴിക്കാനുണ്ട്, സാധനങ്ങളെല്ലാം ഉണ്ട്. എണീറ്റ് വാ. അവിടെ ജ്യൂസ് ഉണ്ടാക്കട്ടെ, ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. എണീറ്റ് വാ, എണീറ്റ് വാ, എണീറ്റ് വാ. കാറ്റ് കയറട്ടെ, നല്ല വെളിച്ചം കയറട്ടെ, നല്ല വെട്ടം കയറട്ടെന്നേ. തുണിയോ? ആര് തുണി വെച്ചോ? അവളവിടെ ഏതാണ്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അവളവിടെ ഏതാണ്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. എലിക്കുട്ടമ്മയ്ക്ക് ഒരു പാഴ്സൽ വന്നതാണ്, ഞങ്ങൾ പൊട്ടിക്കുവാണ്. എലിക്കുട്ടമ്മയുടെ ഒരു മകളുടെ പേരൊന്നും പറയണ്ടെന്നും പറഞ്ഞ് അയച്ചിരിക്കുന്നതാണ്. ഇതുണ്ട് പൂക്കി സോസ്, ഇത് മാർഷ്മലോ, പിന്നെ ഓട്സിന്റെ മിഠായി, ഇത് വേറെ എന്തോ മിഠായി. ഇത് അമ്മയ്ക്ക് കഴിക്കാനുള്ള കേട്ടോ. മിഠായി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാഗ്
കമ്പനി അറിയാത്ത ഏതൊരു ബാഗ്. വാ വേണ്ടില്ലേ കേറ്റ് വാ ഇനി വാ വേണ്ടില്ലേ പിള്ളേര് പൊട്ടിക്കുന്ന കേട്ടില്ലേ വാ എലിക്കുട്ടിയമ്മയ്ക്കുള്ള സാധനം ഞാന് ശാന്ത പറഞ്ഞു. എലിക്കുട്ടിയമ്മയ്ക്കും ഉണ്ടല്ലോ അതും ഉണ്ട് എല്ലാം ഉണ്ട് വാ നീറ്റ് വാ ഫേസറും ഇതൊക്കെ ആർക്കാടാ? പൗഡറൊക്കെ ഇതെന്നാ പിള്ളേര് വലിച്ചു പൊട്ടിക്കുന്നേ സോപ്പ് ഇത് വേണ്ട ഈസ്റ്റ് എല്ലാം വലിച്ചു പൊട്ടിക്കുന്നു ഇവരെല്ലാം വലിച്ചു പൊട്ടിക്കുന്നുണ്ട് എന്നാണോ ഓ ഗ്ലൗസ് അത് ഇവിടെ ഭയങ്കര പൊട്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുക അതിൽ കുട്ടിയമ്മ ഒന്നും മനസ്സിലാകുന്നില്ല ഇത് എന്നതൊക്കെയാ വലിച്ചു പിടിച്ചാണ് അമ്മ ആദ്യമേ മണത്ത് നോക്ക് മണത്ത് നോക്കുക ഇരിക്കുന്നത് നല്ല മണാണല്ലോ. നല്ലാണോ? മധുരമുണ്ടോ? നല്ലാണോ? ദേ അത് അമ്മയുടെ ഇത് അമ്മയുടെ ഒരു മോള് അയച്ചു തന്നതാട്ടോ. അമ്മയുടെ ഒരു മോള് അമ്മയുടെ വീഡിയോ കാണുന്ന ഒരു മോള് അയച്ചു തന്നതാ. ആ ആ നേഴ്സാ. നല്ലതാണോ? ഞാൻ തിന്നുവാന്ന് പറഞ്ഞേര്. ഞാൻ തിന്നുവാന്ന് പറ ബിസ്ക്കറ്റൊക്കെ പറ. ആ തിന്നുവാന്ന് പറ. നല്ലതാണോ? മധുരമൊക്കെ ഉണ്ടോ? മധുരമൊക്കെ ഉണ്ടോ? നല്ലതാണോ? മധുരമൊക്കെ ഉണ്ടോ? നല്ലതാണോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ലതാണോ? നല്ലതാണോ? ഇങ്ങനെ സാധനങ്ങൾ നല്ലതല്ലേ? കുഞ്ഞു കുഞ്ഞു സാധനം. ആ തിന്നത് കയ്യിലിരിക്കുന്നത് വായിലിട്ട് അലിഞ്ഞു പോകുന്നത്. എന്നാ ഒരു മിഠായി നോക്കിയേ. പഞ്ഞി മിഠായി വായിലിട്ട് നോക്കിയേ. ആ തിന്നു അധികം പറിക്കരുത്. വായിലിട്ട് എങ്ങനെയുണ്ട്? നല്ലതാണോ? പക്ഷെ കഞ്ഞി കുടിച്ചില്ല ഒരു വാരെല്ലാം കഴിക്കും. നല്ലതല്ലേ? മയമല്ലേ? ആ മയവാ. അമ്മയ്ക്ക് മയമുള്ളതൊക്കെയല്ലേ വേണ്ടത്. ആ ബിസ്ക്കറ്റ് കേട്ടോ. ബിസ്ക്കറ്റ് ഈന്തപ്പഴം അമ്മയ്ക്ക് തിന്നാനാ. ആ തിന്നാൻ വിട്ടതാ കണ്ടോ. ഇത് രാവിലെ രാവിലെ തിന്നാനുള്ളതാ. പാലൊഴിച്ചിട്ട് തിന്നാനുള്ളതാ. ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി എന്നതാണോ ഉള്ള അമ്മച്ചിരി? ആ ഇതുമുണ്ട് കേട്ടോ. ഇതുമുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ് എന്തോ ബിസ്ക്കറ്റ് ഇതൊക്കെ ഞാൻ പൊട്ടിച്ചു തരും. ഇതിവിടെ ഉപയോഗിക്കാനുള്ളതാ. ഇവിടെ ഉപയോഗിക്കാനുള്ളതാ. ആ ഗ്ലൗസ് പിന്നെ ഉപ്പ് കേട്ടോ. അമ്മയ്ക്ക് കുളിക്കാനാ സോപ്പ്. ആ അമ്മച്ചിക്കേ ഇടാൻ പൗഡർ. എലിക്കുട്ടിയമ്മയ്ക്ക് ഇടാൻ പൗഡർ. ആ മുഖത്തിടാൻ. ഈ അമ്മ മുഖത്ത് പൗഡർ ഇടുന്ന പൗഡർ ഇട്ടോണ്ടാ പള്ളി പോയിക്കൊണ്ടിരുന്നേ. ആ പള്ളിയിലിട്ടോണ്ട് പോയിക്കൊണ്ടിരുന്ന നേരത്തെ ഓർമ്മയുണ്ടായിരുന്ന കാലത്ത്. ആ ഉണ്ട്. നെറ്റിയെ തൂക്കാൻ തലവേദനയ്ക്ക് തൂക്കാൻ ടൈഗർ ബാം. ആ ഇതവിടെ വെച്ചേക്കാൻ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇതവിടെ വെച്ചേക്കാൻ. നേരത്തെ ഒരു കുഴിയൊക്കെ തൂത്തോണ്ടിരുന്നത്. ഇത് പുകയും കേട്ടോ. വിക്സ് അല്ല പുകയും. ആ ഇച്ചിരി തൂക്കാവുള്ളു. ആ ഇനി അടുത്തത്
ഇതിനെന്താ പറയുന്ന വൈബ്സ്, ക്ലീനിങ് വൈബ്സ് അല്ലേ? ഇത് അമ്മയ്ക്ക് തുടയ്ക്കാനുള്ളതാ, വൃത്തിയാക്കാനുള്ളതാ. ആ ഇതിനകത്തുള്ളതല്ലേ? ആ അതിനകത്തുള്ളത് ഇത് അമ്മയ്ക്കില്ല. പിന്നെ അമ്മയ്ക്ക് കാര്യം അറിയാൻ പറ്റും. ഡെറ്റോളിന്റെ കാണിച്ചായിരുന്നു. ഡെറ്റോളൊന്നും കാണിച്ചാൽ കാണിച്ചായിരുന്നോ? ഇല്ലെന്നാണോ? കാണിച്ചായിരുന്നു. ഇതേതാ? അത് അമ്മ തുടയ്ക്കാനുള്ളതാ, തുടയ്ക്കാനാണ്, ദേഹം തുടയ്ക്കാനുള്ളത് കേട്ടോ. ഇത് ഡെറ്റോള്, ഇതൊക്കെ അമ്മയ്ക്ക് ആ മകൾ അയച്ചു തന്നതാ, അമ്മയ്ക്ക് ഉപയോഗിക്കാൻ. ഇതെങ്ങനെയാ? അത് തുടച്ചെടുക്കാൻ, തുടയ്ക്കാനുള്ളതാ. അബ്സോർവ് ചെയ്യുന്നാന്ന് തോന്നുന്നു. അത് കഴുകാവുന്ന ഷീറ്റാ. ഇത് അത് ഇത്ര സംഭവം. ഇത് ഈ ഡയപ്പറൊക്കെ ഉടുക്കുമ്പോഴത്തേക്കും അലർജി ഉണ്ടാകാതിരിക്കാൻ. ഇതാണ് മാക്കിൻടോഷ്. ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ കാണുന്ന മാക്കിൻടോഷ്. ഇത് എനിക്ക് തോന്നുന്നു തിന്റെ പോലത്തെ ടൈപ്പാ. ഇത് കഴുകി എടുക്കാൻ കഴുകി എടുക്കാന്നാ. ഇത് ഇതാണ്. അയ്യോ അതിന്റെ അത് നല്ലതാന്നേ. അയ്യോ കൂടിപ്പോയി, അതാ കുഴപ്പമായി. ആ കൂടിപ്പോയി. എന്നാ ദൂരക്കള കയ്യിൽ അഴുക്കായി, കയ്യെ മുഴുവൻ അഴുക്കായി. എല്ലാം മുറി വഴി ഇരിപ്പുണ്ടോന്നോ? അങ്ങനെ ഇരിക്കാൻ കാര്യമില്ലേ? ഒന്ന് നോക്ക്. ഇവിടെ ഇത്ര ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ രോമോനെ കാണാനില്ലല്ലേ? പക്ഷെ ഇവിടെ വല്ല മുറിയിൽ വല്ല ഇരിപ്പുണ്ടോ? ഇല്ലല്ലേ? ഇവിടെ ഈ മുറിയിൽ ഇരിക്കുന്ന ആളാണോ രോമോൻ? അറിയത്തില്ലല്ലോ. ഒന്ന് ചോദിച്ചു നോക്കിയാലോ? അവരുടെ എല്ലാം കാര്യത്തിൽ നടക്കുന്നതല്ല. രോമോനോ? രോമോനെ അന്വേഷിക്കാൻ പോണോ? പിന്നെ ഞാനെവിടെ ചെന്നാണ്? അമ്മേന്ന് വിളിച്ചു നോക്കിയോ? വിളി കേൾക്കുമെന്നറിയാം. ഓ അതാണ്. അതൊന്ന് വിളിച്ചു നോക്കിയോ രോമോനെന്ന്? വിളിച്ചു നോക്കിയാമേ, ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഒന്ന് വിളിച്ചേ. വിളിച്ചോണ്ടോ വലിയല്ലേ? അല്ല വിളി കേൾക്കൂല്ലോ ഉണ്ടെങ്കില്. വിളിച്ച വിളി കേൾക്കൂല. എവിടെ പോണം? ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഒന്ന് വിളിച്ച രോമോനേന്ന്. അങ്ങനെ പോകാൻ കാര്യം. ഒന്ന് വിളിക്കമ്മേ. എന്നാലും വിളിക്കത്തില്ലല്ലേ? വിളിച്ചാൽ എനിക്കും കേട്ടിട്ടില്ല. വിളി കേൾക്കുന്ന ആളല്ലേ രോമോ? വിളി കേൾക്കും ഉണ്ടെങ്കില്. ഇതൊക്കെയല്ലേ പുസ്തകം? അത് പുസ്തകമൊന്നും അല്ല. ആര് പറഞ്ഞു? അല്ല, അത് പേപ്പറാ. ഒന്ന് വിളിക്കേ. ഒന്ന് വിളിച്ചേ. വിളിക്കല്ലേ? പാട്ട് പാടുവാ. പാട്ട് പാടാതെ ഒന്ന് വിളിച്ചേ. വിളിക്കാനേ. കുട്ടിയമ്മേ വിളിക്കേ. ജോമോനേന്ന് വിളിച്ചേ. ആരുമില്ല. ജോമോനേന്ന് വിളിച്ചേ. ഞാനെന്നാ വിളിക്കട്ടെ? ഞാൻ വിളിക്കട്ടെ ജോമോനേന്ന്? വിളിച്ചോ? ജോമോനെ, ജോമോനെ. ആണ്ട് വിളി കേട്ടല്ലോ. അതാരാ വിളി കേട്ടത്? ജോമോനെ. എന്തോ ആണ്ട് വിളി കേട്ട്. ഇതാണോ അപ്പൊ ജോമോൻ? ആണോ? അമ്മയോട് ഞാൻ പറഞ്ഞില്ല വിളിച്ചു നോക്കാൻ. അമ്മയോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു വിളിച്ചു നോക്കാൻ. ഞാൻ വിളിച്ചാൽ വിടൂ. വിളി കേൾക്കും. അമ്മയൊന്ന് വിളിച്ചു നോക്കിക്കേ. ഒന്ന് വിളിച്ചേ. വേണ്ട, ഞാൻ വിളിച്ചാലും വരിക. ആരും അമ്മയൊന്ന് വിളിച്ചു നോക്കാതെ വരികയല്ലെന്നൊക്കെ അങ്ങനെ പറയാതെ. നോക്കിക്കേ. വിളിച്ചു നോക്കാതെ വരികയല്ല പറഞ്ഞ എങ്ങനെയാ? അവിടെ ആരുമില്ല. ദേ നിക്കുന്നു. ഒറ്റ മനുഷ്യർ ദേ നിക്കുന്നു. വേണ്ടെന്നേ. ഇതല്ലേ നിക്കുന്നത്? ദേ നിക്കുന്നു. ഇവിടെ വണ്ടി പോണെന്നൊക്കെ നോക്കുവാണോ? ഈ പറമ്പിലെ പുല്ല്, ഈ പറമ്പിലെ പുറത്തെ പുല്ലൊക്കെ എല്ലാം കാണിച്ചു. പുല്ലോ കരിഞ്ഞു പോയി. വേനലല്ലേ? വേനലല്ലേ? എല്ലാം കരിഞ്ഞു പോയി. ഭയങ്കര വേനല്ലേ കേട്ടോ. നല്ല വെയിലല്ലേ? ഭയങ്കര ചൂടാ. കപ്പ ഭയങ്കര വെയിലല്ലേ? മൊത്തം കരിഞ്ഞു പോയി. പുല്ലെല്ലാം കരിഞ്ഞു പോയി. പുല്ലെല്ലാം കരിഞ്ഞു പോയെന്നേ. ഒന്നുമില്ല, ഭയങ്കര വെയിലാ. ഇടമഴയില്ലാഞ്ഞിട്ടാ. ഇടമഴയില്ലാഞ്ഞിട്ടെന്നേ. കസേരപ്പോ ഇരിക്കേ. കസേരപ്പോ ഇരിക്കേ. അതിനാ സുഖമില്ലേ? ചൂടായോണ്ടാണോ? ഭയങ്കര ചൂടാ. മുഖത്തെല്ലാം മങ്ങണല്ലേ?
പുല്ലല്ല എന്താ കാണിച്ചു എന്നാ വാടാ പുലെല്ലാം കരിഞ്ഞു പോയി വെയിൽ കൊണ്ട് കരിഞ്ഞു പോയി മുഴുവനും ഒരു നാമ്പും തലി ആ എല്ലാം കരിഞ്ഞു പോയി ഭയങ്കര വെയിലല്ലേ ഒരു കുഞ്ഞു കിടാവിന് പോയിട്ട് ആ കുഞ്ഞു കൂടെ പോലും കൊടുക്കാൻ ഇല്ലെന്നേ ഒന്നും ആക്കാനില്ല ഇല്ല മൊത്തം കരിഞ്ഞു പോയി ഇതുപോലെയാക്കി കളഞ്ഞു സൂര്യനോട് ചോദിക്കണം സൂര്യനാണ് മൊത്തം കരിച്ചു കളഞ്ഞത് ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ഇരിക്കുവാണെന്ന് ചോദിച്ചു വഴക്ക് പറഞ്ഞോട്ട് ചോദി പറയമേ വിശന്നിക്കുന്നു വരാം ഏ പശുവിനെ പശുവിനെയാ കൂട്ടിക്കൊണ്ട് വരാം ആ എലിക്കുട്ടിയമ്മയ്ക്ക് പോകത്തില്ലേ എലിക്കുട്ടിയമ്മയ്ക്ക് പോകത്തില്ലേ എന്നാ എലിക്കുട്ടിയമ്മയ്ക്ക് പോയി കൂട്ടത്തില്ലേ ഞാനോ ആ എന്നെ കൊണ്ട് പറ്റിയേ ഇല്ലല്ലേ ആ ആരാ പറഞ്ഞു വിട്ടേ ആരാ പറഞ്ഞു വിട്ടേ പറഞ്ഞു വിട്ടു പപ്പ പപ്പായാണോ പറഞ്ഞു വിട്ടേ മമ്മിയല്ലേ ഏ ആ പഴമൊക്കെ തിന്നോ പഴമൊക്കെ തിന്നോ പഴമൊക്കെ തിന്നോന്ന് പറഞ്ഞോ പശുവിനെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞോ ആ അതിങ്ങ് പോകത്തില്ല വഴക്ക് പറയും പപ്പായ പറഞ്ഞു വിട്ടെന്നോ അമ്മ പറ ശരിക്കൊന്ന് വഴക്ക് പറ എന്നാലേ പോകുള്ളൂ അത് പോകത്തില്ലെന്നേ പോകത്തിരിക്കെ ഇല്ലാതിരിക്കാൻ പറ്റും അമ്മ പറ ഒന്നുകൂടെ വഴക്ക് പറ ഞാൻ വേറെ എവിടെ ആളിനോട് പറഞ്ഞു വേറെ ഒന്നും കൂടി ആളില്ല ഇത് ജോമോനോട് പറ ഉണ്ടായിരുന്നു ഇല്ലേ ഇത് അത് കേട്ടാണല്ലോ പോയത് ആര് ആള് ഇത് ഈ ആളാണോ ഈ ആളാണോ ഇതല്ല വേറെയുണ്ട് വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല രണ്ട് മൂന്ന് പേരാ ഇതിനോട് ഇപ്പം പറ തൽക്കാലം പശുവിനെ പോയി കൊണ്ടുവരാം ഇതിന്റെ പശുവാ ഇതിന്റെ പശുവാന്നേ ഇതിന്റെ പശുവാ ഒരു പശുവിനെ കൊണ്ടുവരാൻ അതിൽ എത്ര പേര് വേണം ഇതിനോട് പോയി കൊണ്ടുവരാൻ പറ എനിക്ക് മേല അമ്മയ്ക്കും മേല പിന്നെ ആരാ പോണേ ഒരു ഉത്തരവാദിത്തം കൊണ്ടുവരും ഈ വീട്ടിൽ ആർക്കും ആണുങ്ങൾ കൊണ്ടുവരും അത് തന്നെ പാവങ്ങളെ മൃഗത്തിനെ കൊണ്ടൊക്കെ പറഞ്ഞോട്ട് പരിയേക്ക് പറ ചുമ്മാ കൊടുത്തിട്ടില്ല അതാരും പറയേണ്ട ആവശ്യമില്ല ആ അത് തന്നെ സമയമാകുമ്പോൾ കൂട്ടിക്കൊണ്ടുവരും നിങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കണം മൃഗങ്ങളല്ലേ ആദ്യം മനുഷ്യരെ നന്നായിട്ട് പഠിപ്പിക്കേണ്ടത് മൃഗങ്ങൾ എന്നാ പഠിക്കാനാ മൃഗങ്ങൾ എന്നാ പഠിക്കാനാ മനുഷ്യരെ ആദ്യം നന്നായിട്ട് പഠിപ്പിക്കും അല്ലേ കുട്ടിയമ്മേ മനുഷ്യരല്ലേ നന്നായിട്ട് പഠിക്കേണ്ടത് എനിക്ക് തിരിഞ്ഞില്ല നീ പറഞ്ഞത് മനുഷ്യനല്ലേ നന്നായിട്ട് പഠിക്കണ്ടെന്നാ ചോദിച്ചേ ഏ എനിക്കൊന്ന് കിടക്കണം ആ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ എന്നായിരുന്നു പരിപാടി ഉച്ച കഴിഞ്ഞ് എന്നായിരുന്നു പരിപാടി അതുകാരണം എനിക്ക് ഭയങ്കര ക്ഷീണം ആണോ കുരിശ് വരയ്ക്കാത്തോണ്ട് ആ പ്രാർത്ഥന ചെയ്യായിരുന്നല്ലോ ചോദിച്ചു എന്നായിരുന്നു പരിപാടി രാവിലെ രാവിലെ അതിന് എന്നായിരുന്നു പരിപാടി രാവിലെ അതിന് എന്നായിരുന്നു പരിപാടിന്ന് നിങ്ങളൊക്കെ കിടന്നോ ഞങ്ങൾ കിടന്നൊന്നുമില്ല ഇല്ലേ ഏയ് പിന്നെ എപ്പോഴാണ് കിടക്കണം കിടക്കാൻ സമയം ആയില്ലല്ലോ ജ്യൂസ് ഇരിപ്പുണ്ടല്ലോ ഈ ജ്യൂസ് എടുത്ത് കുടിക്കേ പിന്നെ കുടിക്കാനുള്ളതെന്ന് പറഞ്ഞു ആ ജ്യൂസ് എടുത്ത് കുടിച്ചേ കഴിച്ചും കിടക്കാനോ ജ്യൂസ് എടുത്ത് കുടിക്കത് എടുത്ത് കുടിക്കേ അത് എടുത്ത് കുടിക്കും മധുരമുള്ളതല്ലേ അത് കുടിക്കുന്നില്ലേ അപ്പൊ അവര് കുടിച്ചു വെച്ചിരിക്കുക ആണോ അങ്ങ് എടുത്ത് കൊടുക്കുക മോനെ ആ അത് കുടിക്കാനോ ആ അമ്മയ്ക്ക് കുടിക്കാനാന്നേ എടുത്ത് കുടിച്ചു എലിക്കുട്ടിക്ക് വെച്ചിരിക്കുന്ന എനിക്ക് വേണ്ട എലിക്കുട്ടിക്ക് എന്നാ എലിക്കുട്ടി പാല് കുടിച്ചേച്ച് അല്ലേ എലിക്കുട്ടിക്ക് വെച്ചിരിക്കുന്ന നിങ്ങൾ എടുത്ത് കുടിക്കാനേ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ കുടിച്ചതാ ദൈവമേ എനിക്ക് വയ്യ ഞാൻ ഇച്ചിരി മുമ്പ് കുടിച്ചു പറഞ്ഞ എന്തൊരു ബാക്കിയത് അമ്മയ്ക്ക് തന്ന് നമ്മ കുടിച്ചതിന്റെ ബാക്കി അത് മുഴുവൻ കുടിക്കണ്ടേ മധുരമില്ലേ പുളിയില്ലേ പിന്നെ എന്നാ കുടിക്കാത്തേ ഒരാൾ വന്നിങ്ങനെ കുടിപ്പിക്കണം എപ്പോഴും നോക്കി ഒരു പുതിയ ശീലം ഇറങ്ങിയേക്കുവാ കുഞ്ഞു പിള്ളേരല്ലേ ഇപ്പം ഞാൻ വേണ്ട ഇവിടെ ആളില്ലെന്ന് ഓർത്തല്ലേ ആളുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കുടിക്കും ആരോടും ചോദിക്കല്ലോ നീ വേണ്ട നീ വേണ്ട അതിനാ നീ കിടക്കാൻ പോവാ ഇല്ല ഇത് തിന്നിട്ട് കിടക്കാം ഇത് തിന്നിട്ട് കിടക്കാം ഇന്നലെ ജോമോ മേടിച്ചോണ്ട് വന്നതാ ഇന്ന് തിന്നില്ല പിന്നെ നാളെ തിന്നാൻ കൊള്ളിയാനാ അതെന്നാ ഇനി മാത്രം തിന്നാനോ ആ ചോദിക്കും ജോമോനോട് ഒരു പഴാലേ ഉള്ളൂ അല്ലേ ആണോ ഇതിന് മാത്രം തിന്നാതിരിക്കുന്നത് അല്ലേ കാറ്റ് പോലും ഇല്ല കാറ്റില്ലേ കാറ്റും കോളൊന്നും ഉണ്ടായില്ല. കാറ്റ് ഫാൻ ഇടണം ഫാൻ അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമല്ലേ എലിക്കുട്ടിയുടെ മുടി കിടന്ന് ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുക എന്നിട്ട് കാറ്റ് പിടിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഫാൻ അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക
മടക്കി വെക്കുന്നുണ്ടോ? അതെല്ലാം മടക്കി വെക്കുന്നുണ്ടോ? ഇല്ലേ? ആ കിടക്കാവുന്ന വേറെ ചെറിയ സൈസാ കൊച്ചുകട. കൊച്ചുകടയാണോ? തുണി മടക്കി വെക്കുന്ന കാര്യം ചോദിച്ചേ. ഇത്ര നേരത്തെ ഇതെല്ലാം അടച്ചു കൂട്ടിയത്. ഏത് സന്ധ്യ ആയതല്ലോ അത്. സന്ധ്യ ആയില്ലല്ലോ. ആ സന്ധ്യ ആകുന്നില്ലേ ഉള്ളൂ. സന്ധ്യ ആയതേ ഉള്ളൂ. എന്നാലും ഇതെല്ലാം അടച്ചു കൂട്ടി സന്ധ്യ ആയില്ലെന്നേ. വൈകുന്നേരം ആയതേ ഉള്ളൂ. എന്തെല്ലാം കാര്യം ഉണ്ടാക്കാനുണ്ടോ? ഇനി ഇപ്പൊ വൈകുന്നേരം ആയതേ ഉള്ളൂ കേട്ടോ. സന്ധ്യ കന്നുകാലികളൊക്കെ ഉള്ളതല്ലേ. ആ കന്നാലിനെ കൊണ്ടുവരാൻ പോണം. അല്ലേ പിന്നെ കുഴപ്പമില്ല. മനുഷ്യരാണെ പിന്നെ എങ്ങനെയെങ്കിലും പോകും. കന്നാലിനെ കൊണ്ടുവരാൻ പോണം. അവിടെ തിന്നു കഴിഞ്ഞ് കാണും. രാത്രിക്ക് മൃഗത്തിലേക്ക് കൊണ്ട് കെട്ടായിരുന്ന അതുങ്ങൾ എന്നാ ചെയ്യും? പിന്നെ അതിനെ കൊണ്ടുവന്നേ നമുക്ക് തോന്നിയാൽ അതുങ്ങൾ പോകും. കൂട്ടിക്കൊണ്ട് വരണം. കൂട്ടാൻ പോവാ. ഇല്ലേ ഇവിടെ തള്ളയില്ലേ? പിന്നെ തള്ളയുണ്ട് പിള്ളയുണ്ട് എല്ലാം ഉണ്ട്. തള്ളയുണ്ട് പിള്ളയുണ്ട് എല്ലാവരും ഉണ്ട്. എന്നിട്ടൊക്കെ എവിടെയാ? ഒരു തള്ള അവിടെ കുത്തിരിക്കുന്നു. ഒരു തള്ള അതിന് ഓടി നടക്കണം. ഇവിടെയൊന്നും ഇല്ലല്ലോ. ആ ഒരു തള്ള അതിൽ അടുക്കള ഓടി നടപ്പുണ്ട്. ഒരു തള്ള ഇവിടെ കുത്തിയിരിപ്പുണ്ട്. എവിടെ താമസക്കാരില്ലെന്ന് തോന്നുന്നു. എവിടെ എവിടെ വഴി? വഴിയിലാരാ താമസിക്കുന്നത്? വഴി വല്ലവർക്കും താമസിക്കാൻ പറ്റുമോ? വഴിയിലെ വല്ലവർക്കും താമസിക്കാൻ പറ്റുമോ? വണ്ടി ഓടാനുള്ളതല്ലേ. താമസിക്കൊക്കെ ചെയ്യും. എങ്ങനെ വഴിയിലെങ്ങനെ താമസിക്കുന്നേ? ഇപ്പം വഴിയും പുഴയൊക്കെ വേണം കിടക്കാൻ താമസിക്കാൻ. ആ അത് വേണം. വഴിയൊക്കെ വേണം. വീട്ടിലോട്ട് വഴിയൊക്കെ വേണം. നല്ല കാര്യമുള്ളൂ. ഇല്ലല്ലോ. ഇതൊക്കെ എവിടെ പോയി? കാരണന്മാരും ഇല്ലല്ലോ. കാരണന്മാരൊക്കെ പോയില്ല. കാരണന്മാരെല്ലാം പോയി. കാരണന്മാരെല്ലാം പള്ളിയിൽ പോയേക്കല്ലേ. എവിടെ പോയി? പള്ളിയിൽ പോയേക്കോ. അതെ പള്ളിയിലൊക്കെ ഇപ്പോൾ പണ്ടേ പോയി. ആ പള്ളി പണ്ടേ പോയതാ. ഒത്തിരി നേരമായില്ലേ? പിന്നെ ഒത്തിരി നാളായി. നേരമല്ല ഒത്തിരി നാളായി. സന്ധ്യ ആയിട്ട്. സന്ധ്യയൊന്നും ആയില്ല. പേലിക്കുട്ടിയമ്മ അകത്ത് കിടന്ന ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ് കൊടുത്ത് അപ്പോൾ ഇറങ്ങി പുറത്തേക്ക് വന്നതാണ്. ഒന്നുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എലിക്കുട്ടിയമ്മ. ഒരു ലോഡ് തുണിയുണ്ട്. രോമാൻ്റെ ഇതെല്ലാം ഒന്ന് ഇട്ടേക്കണേ പള്ളി. ആടെ എലിക്കുട്ടിയമ്മ അതില്ല. ഒന്നുമില്ല. ഒന്നുമില്ലേ? ആടെ അതല്ല. കൊളുത്തേ പാൻറ്റിൻ്റെ കൊളുത്തല്ലേ? എല്ലാ വീട്ടിലും താമസമുള്ളവരല്ലേ? വീട് വഴി ആൾതാമസമുള്ളതല്ലേ? എവിടെയാ? എല്ലാ വീട്ടിലും. എല്ലാ വീട്ടിലും താമസം ഉണ്ടത്. എല്ലാ വീട്ടിലൊന്നും ഇല്ല. ഇപ്പം മക്കളൊക്കെ അടച്ചു കൂട്ടിയിട്ട വീടുകളുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ എങ്ങനെ ആളും ഇല്ല. ഇവിടെ ആളില്ലേ? 5 പേരുണ്ട് ഇപ്പോൾ ഇവിടെ. 5 പേരുണ്ട്. ആ പിന്നെ എലിക്കുട്ടിയമ്മ ആളില്ലെന്ന് പറഞ്ഞേ. എലിക്കുട്ടിയമ്മയുടെ മക്കൾ കൂടാതെയാ. ആ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് 5 പേരുണ്ട്. അതിൽ കൂടുതൽ വേണം. സന്താനങ്ങളൊന്നുമില്ലേ? കാരണവന്മാരെ സന്താനങ്ങളല്ല എല്ലാം കാരണവന്മാരെ സന്താനങ്ങളാ. കിടക്കണമല്ലോ. പോയി കിടന്നോ. എവിടെ കിടക്കണം? എലിക്കുട്ടിയമ്മയുടെ മുറി ഏതാ? എലിക്കുട്ടിയമ്മയുടെ മുറി പോയി കിടക്കണം. എലിക്കുട്ടിയമ്മയുടെ മുറി ഏതാ? അവിടെ പോയി കിടക്കുക. എവിടുന്നും ആരും പറ്റില്ല. ആ പിന്നെ ഈ നട്ടുച്ചയ്ക്ക് ചൂടത്ത് ആരും വരുക. വെയിൽ കൊണ്ട് ആരൊക്കെ പറ്റും? ഭയങ്കര ചൂടല്ലേ? അടുക്കള വല്ലവരും വന്നോ? ആരാ അടുക്കളക്കാരത്തി? ആരാ ഇവിടുത്തെ? അതാരാ? പെണ്ണുങ്ങൾ ആരാണ്ടാ? ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ വന്നാണോ? ഈ കിടക്കാൻ വന്നാണോ? മനസ്സിലായില്ല. മനസ്സിലായില്ല.
പെണ്ണമ്മയുടെ മകളാന്ന്. പെണ്ണമ്മയുടെയാ? ആ ആരാ പെണ്ണമ്മയുടെ മകളാരാ? വഴിയിൽ എന്തിനാ പോയത്? വഴിയിലോട്ടാണേ ശ്രദ്ധ. അമ്മ ഇവിടെ കേക്ക്. ചോദിക്കുന്നതിന് ഉത്തരം പറ. ആൾക്കാരൊക്കെ വഴിയേറിയപ്പോഴല്ലേ. ഇപ്പൊ ഇവിടെ അമ്മേനെ സംസാരിക്കുന്ന കേട്ടില്ല, അതിനുള്ള മറുപടി പറ. ആരാ? പെണ്ണമ്മ. അത് വരാറില്ല നാളെ. പെണ്ണമ്മ വരും വരുമെന്ന് പറയും. അവള് വന്നിട്ട് ഒത്തിരിയായി. പരിയോ? അതങ്ങനെയൊക്കെ കിടക്കും. മരുന്നും കഴിക്കാനുണ്ട്. വെള്ളം? വെള്ളമുണ്ട്. വെള്ളം കുടിക്കുന്നുണ്ടോന്നാ ചോദിച്ചത്. ഉണ്ടോ ഉണ്ട്. എവിടുന്ന് വെള്ളം? വെള്ളം എവിടെയാ കുടിക്കണേ? വെള്ളം പാത്രത്തിന്റെ ഇരിക്കാൻ എടുത്തു. ആര് കുടിക്കും? വല്ല ജ്യൂസൊക്കെ ആണെങ്കിൽ കുടിക്കൂടി. ജ്യൂസൊക്കെ മധുരം ഇട്ടിട്ടുള്ളത്. അത് ഏതാണ് ചോദിക്കുന്നത്? വിളിക്കാറില്ല. അവൻ വിളിച്ചിട്ട് ഒത്തിരിയായോ? സമയമില്ലായിരിക്കും. ചോറുണ്ടോന്ന്? ഇല്ല ഇല്ല ഇല്ല. പഴമാണ്. ഷെയ്ക്കാ കുടിച്ചെന്ന് പറ. ഇല്ല. ഷെയ്ക്കാ കുടിച്ചെന്ന് പറ. ഷെയ്ക്കോ? ആ ഷെയ്ക്ക്. നമ്മൾ ഒരു സാധനം കുടിച്ചില്ലേ ഗ്ലാസ്സില്? നല്ല മധുരമുള്ള ഒരു സാധനം കുടിച്ചില്ലേ? ഒരു ജ്യൂസ്. ഷാപ്പിലെ അല്ല. ഷാപ്പിലൊന്നും കിട്ടിയല്ല. ഇത് ദൈവമേ, ഷാപ്പി കള്ളല്ലേ? പുറത്തോട്ടാ ശ്രദ്ധയടി, പുറത്തോട്ടാടി. അതാണ്. അത് കുറഞ്ഞ്. പിന്നെ പക്ഷെ മൂത്രം നമ്മൾ കൊണ്ടേ ഒഴിപ്പിച്ചില്ലെങ്കിൽ അത് പിന്നെ മറന്നു പോവുകയാടി. രാത്രിയില് മൂത്രം ഒഴിക്കുന്നത് മറന്നു പോകുന്നുണ്ട്. എന്നാ പകല് പോയി മൂത്രം ഒഴിക്കും. അപ്പൊ ഞാനെന്നെ ഡയപ്പർ കെട്ടിക്കാൻ ഞാൻ ഇപ്പം ഇത്രയും നാളായിട്ട് കെട്ടിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഒന്നുകൊണ്ടേ മൂത്രം ഒഴിപ്പിക്കും. പിന്നെ രാവിലെ ഞാൻ 5 മണിയാകുമ്പോ എണീക്കൂലോ, അന്നേരം കൂടെ കൊണ്ടേ ഒഴിപ്പിക്കാം. എന്നാ പകൽ ഇത് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. സുഖാണോന്ന് ചോദിച്ചോ അവളോട്? സുഖാണോന്ന് ചോദിച്ചോ? ചോദിക്കും. സിജിമോളല്ലേ? സിജിമോള് നമ്മുടെ സിജിമോളാ. അയ്യോ ചോദിക്കേ. സുഖാണോന്ന് ചോദിക്കുന്നതിന് എന്നാ കുഴപ്പം? ചോദിക്കണായിരുന്നല്ലോ. എല്ലാരോടും സുഖാണോന്ന് ആദ്യം ചോദിക്കുന്നേ. ഇപ്പം മറന്നുപോയി. ക്ഷീണമൊന്നും ഇപ്പൊ ഇല്ല. എന്തോ ശ്രദ്ധയോ അങ്ങോട്ടോ മാറിപ്പോയി, അതാ പറ്റിയത്. അതിരമ്പഴത്തെ സിജിമോളാ അത്. വിളിക്കാറുണ്ട് ഇവിടെ ചോമനെ. ശരി. ആരാ? എവിടെ പോവാനാമേ? വീട്ടിൽ പോകണേ. എവിടെ വീട്ടില്? വീട്ടിൽ. ഇതല്ലേ അമ്മയുടെ വീട്? ഇവിടെ ഇരിക്കാനാ. ഇത് അമ്മയുടെ വീട്. പിന്നെ അതെ. ഒന്നുമല്ല.